ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ തണൽ പദ്ധതിയുടെ ഭാഗമായി സാധുക്കൾക്ക് ആശ്രയമാകുന്ന തണലേകാൻ ഒരു ഛായാ പരിപാടി അടിമാലിയിൽ സംഘടിപ്പിച്ചു. വൃക്കയ്ക്കൊരു തണൽ എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു. ജീവിതം കൊണ്ടൊരു ചായപ്പയറ്റ് എന്ന പേരിലാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സുമനസ്സുകൾ ഒത്തുകൂടിയത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് കിടപ്പ് രോഗികൾക്കുൾപ്പെടെ അശരണർക്ക് ആശ്രയമാകുന്ന പ്രസ്ഥാനമാണ് ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ തണൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സാധുക്കൾക്ക് ആശ്രയമാകുന്ന തണലേകാനൊരു ചായ എന്ന പരിപാടി അടിമാലിയിൽ സംഘടിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമായ തണൽ നിരാശ്രയരായ, നിർധനരായ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന 10,000-കണക്കിന് കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള, കിഡ്നി രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലുന്ന തണൽ പ്രസ്ഥാനം അടിമാലിയിലും അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുകയാണ്. ജീവിതം കൊണ്ടൊരു ചായപ്പയറ്റ് എന്ന പേരിലാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സുമനസ്സുകൾ ഒത്തുകൂടിയത്. വൃക്കക്കൊരു തണൽ എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. കിഡ്നി എക്സിബിഷൻ, പ്രകൃതി ഹരികുമാറിന്റെ ജലാഛായ ചിത്ര പ്രദർശനം, നൃത്തസന്ധ്യ, വീൽചെയറിലിരുന്നുള്ള കലാകാരന്മാരുടെ സംഗീത പരിപാടി എന്നിവയും ക്രമീകരിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.